ഹലോ എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. കൂടെ തന്നെ അതിനടുത്തുള്ള ബെലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 11 ബയോളജിയുടെ ചാപ്റ്റർ 1 ദ ലിവിങ് വേൾഡ്. ആ ചാപ്റ്ററിന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പാർട്ട് 1 ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. തീർച്ചയായും കാണുക. സോ നമുക്ക് പാർട്ട് 2-ൽ എന്താണ് എന്ന് നോക്കാം. സോ ക്ലാസിഫിക്കേഷൻ ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എന്താണ് ടാക്സോണമി എന്ന് വെച്ചാൽ ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അവയെ ഡിഫറെന്റ് ടാക്സയിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് ടാക്സോണമി. അപ്പോൾ there are sequence of categories from lower to higher rank in an ascending order is called taxonomic hierarchy. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് കാറ്റഗറീസ് കാണും. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യുക? ഫ്രം ലോവർ റാങ്ക് ടു ഹയർ റാങ്ക് ഇൻ ആൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ഇൻക്രീസിങ് പ്രയോറിറ്റി ആണ്. സോ അതിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. അല്ല ഓരോ കാറ്റഗറിയെയും, അതായത് ഓരോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനെ നമ്മൾ ടാക്സോൺ എന്ന് പറയും. ടാക്സോൺ. സോ ലോവസ്റ്റ് ടാക്സോൺ എന്ന് പറയുന്നത് ഏതാണ്? ലോവസ്റ്റ് റാങ്കിലുള്ള ടാക്സോൺ എന്ന് പറയുന്നത് ഏതാണ്? സ്പീഷീസ്. ഫ്രം സ്പീഷീസ് ടു കിങ്ഡം. അപ്പോൾ സ്പീഷീസ്, ജിനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം, അങ്ങനെ 7 ടാക്സോൺസ് ആണ് ഉള്ളത്. ഇതിനെ ഇൻക്രീസിങ് ഓർഡറിലാണ്, അതായത് അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ സീക്വൻസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. ഇതിൽ ഓരോ കാറ്റഗറിയെയാണ് നമ്മൾ ടാക്സോൺസ് എന്ന് പറയുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. ഇനി എന്താണ് സ്പീഷീസ്? സ്പീഷീസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഫണ്ടമെന്റലി സിമിലർ ആൻഡ് പൊട്ടൻഷ്യലി ഇന്റർബ്രീഡിംഗ് പോപ്പുലേഷൻസ് ദാറ്റ് ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്സ് ഡ്യൂ ടു മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, സോ അതൊരു ഗ്രൂപ്പ് ഓഫ് ഫണ്ടമെന്റലി സിമിലർ ഓർഗാനിസം ആണ്. അതായത് ഒന്നുപോലെ ക്യാരക്ടേഴ്സ് ഉള്ള സിമിലർ ഓർഗാനിസംസിന്റെ ഒരു ഗ്രൂപ്പാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് ദേ ആർ ഇന്റർബ്രീഡിങ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അവയെ പോലുള്ള മറ്റ് ഗ്രൂപ്പ്സിൽ നിന്നും കുറച്ച് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കാരണം അവയെ ഐസൊലേറ്റ് ചെയ്തിരിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയുന്നത്. സ്പീഷീസ്. So it's a group of fundamentally similar and potentially interbreeding population that are reproductively isolated from other such groups due to morphological features. ഇനി ഇതാണ് ടാക്സോണമിക് കാറ്റഗറിയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി ആണ് സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ നമ്മളാണെങ്കിൽ മാൻജിഫറ ഇൻഡിക്ക. സോ അതൊരു പെർട്ടിക്കുലർ കാറ്റഗറിയാണ്. മാൻജിഫറ ഇൻഡിക്ക. അതുപോലെ സൊലാനം ട്യൂബറോസം, പൊട്ടാറ്റോ എന്ന് പറയുന്ന പ്ലാന്റ്. സോ ഈ പൊട്ടാറ്റോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആ പൊട്ടാറ്റോ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് പൊട്ടാറ്റോ ആയിട്ട് മാറുള്ളൂ, വേറൊരു പ്ലാന്റും ആയിട്ട് മാറില്ല. സോ അങ്ങനെ അതുപോലെ ഇപ്പം ലയൺ. അപ്പൊ അതെല്ലാം ഇപ്പൊ ലയണിന് ടൈഗറിനെ പോലത്തുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. ലയണിന്റെ റീപ്രൊഡക്ഷൻ കഴിയുമ്പോൾ അതുണ്ടാകുന്ന ലയൺസ് ആണ്. സോ ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് ഫ്രം അതർ സച്ച് ഗ്രൂപ്പ്സ് ഡ്യൂ ടു അവരുടെ കുറച്ച് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കാരണം അവ റീപ്രൊഡക്റ്റീവ്ലി മറ്റ് ഗ്രൂപ്പ്സിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിരിക്കും. സോ അത്തരത്തിലുള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ മാൻജിഫറ ഇൻഡിക്കയിലാണെങ്കിൽ ഇൻഡിക്ക, ഇപ്പൊ സൊലാനം ട്യൂബറോസം, പാന്തേരോ ലിയോയിലാണെങ്കിൽ ലിയോ, ഇതെല്ലാം സ്പീഷീസ് എപ്പിത്തറ്റ്സ് ആണ്. സ്പീഷീസ് സ്പെസിഫിക് എപ്പിത്തറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹയർ കാറ്റഗറിയാണ് ജീനസ്. ജീനസ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കുറെ സ്പീഷീസ് അതിന്റെ കോമൺ ഫീച്ചേഴ്സ് കാരണം അവയെല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരേപോലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉള്ള കുറെ സ്പീഷീസിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്? ജീനസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പാന്തീറ തന്നെ എടുക്കാം. പാന്തീറയിൽ തന്നെ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഏതൊക്കെയാണ്? പാന്തീറോ ലിയോ ഉണ്ട്. പാന്തീറോ ലിയോ ആണ് ലയൺ. അതൊരു പാന്തീറ പാർഡസ് ഉണ്ട്, അതാണ് ലെപ്പേർഡ്. അതുപോലെ തന്നെ പാന്തീറ ടൈഗ്രിസ് ഉണ്ട്, അതാണ് ടൈഗർ. അപ്പൊ ഇതൊക്കെ ഓരോരോ സ്പീഷീസ് ആണ് അല്ലേ? പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു കോമൺ ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഇതിനെല്ലാം കൂടെ ഒറ്റ ജനറയിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, കാറ്റഗറൈസ് ചെയ്തു. ആ ജനറയുടെ പേരാണ് പാന്തീറ. മനസ്സിലായല്ലോ? അപ്പൊ ലയൺ, ടൈഗർ എന്നൊക്കെ ലെപ്പേർഡ് എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് സ്പീഷീസ് ആണ്. ഇതിനെല്ലാത്തിനെയും കൂടെ നമ്മൾ കുറച്ച് കോമൺ ക്യാരക്ടേഴ്സ് കാരണം
ഒറ്റ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഗ്രൂപ്പിനെ നിന്ന് നമ്മൾ ജിനസ് എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പ്ലാന്റ്സിലായാലും ഇപ്പോൾ സൊലാനത്തിൽ തന്നെ ഡിഫറെൻറ്റ് സ്പീഷീസ് ഉണ്ട്. സൊലാനം ട്യൂബറോസം, സൊലാനം മെലഞ്ചീന, സൊലാനം നൈഗ്രം. സോ ഇതിനെല്ലാത്തിനും കൂടെ ഇത് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണ്. അപ്പോൾ അതിൻ്റെ ജിനസ് എന്ന് പറയുന്നത് സൊലാനം എന്ന് പറയുന്ന ജനസ് ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് ലെവൽ. അപ്പോൾ സ്പീഷീസും ജിനസും എന്താണ് നമ്മൾ പഠിച്ചു. അടുത്തുള്ളത് ഫാമിലി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ റിലേറ്റഡ് ജനറ. അപ്പോൾ ഈ ഒന്ന് രണ്ട് ജനറയിൽ കോമൺ ആയിട്ട് കുറെ ക്യാരക്ടേഴ്സ് കാണും. അതനുസരിച്ച് ആ ഒന്ന് രണ്ട് ജനറ നമ്മളിപ്പോൾ ഒറ്റ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി. Families are characterized on the basis of both vegetative and reproductive features of the plant species. അപ്പോൾ പ്ലാന്റിലാണെങ്കിൽ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഫാമിലീസ് കാറ്റഗറൈസ് ചെയ്തേക്കുക. അപ്പോൾ ബേസിക്കലി ഫാമിലീസ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ജനറ, ഒന്നോ അതിൽ കൂടുതലോ ജനറ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ്. അതാണ് ഫാമിലി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൊലാന, പെറ്റൂണിയ, ഡച്ചൂറ, ഇതെല്ലാം ഏത് ഫാമിലിയിൽ വരുന്നതെന്ന് സൊളനേസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാരണം ഈ സൊലാന എന്ന് പറയുന്ന ജിനസിനും പെറ്റൂണിയ എന്ന് പറയുന്ന ജനസിനും ഡച്ചൂറ എന്ന് പറയുന്ന ജനസിനും ഒക്കെ കുറേ കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സോ അത് ബേസ് ചെയ്ത് അതിൻ്റെ ഹയർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് എന്നൊന്ന് ഫാമിലി. അപ്പോൾ ആ ഫാമിലി ഏതാണ്? സൊളനേസി. അതുപോലെ തന്നെ പാന്തീറ എന്ന് പറയുന്നത് ഈ ടൈഗർ, ലയൺ ഒക്കെ വരുന്ന ആ ഒരു ജനസാണ്. അതുപോലെ തന്നെ ഫെലിസ്, കാറ്റ് വരുന്ന ഒരു ജനസാണ് ഫെലിസ്. ഈ പാന്തീറയ്ക്കും ഫെലിസിനും കുറെ കോമൺ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് അത് വരുന്ന ഫാമിലിയാണ് ഫെലിഡേ എന്ന് പറയുന്നത്. ഫെലിഡേ. ഓക്കെ, അപ്പൊ നമ്മൾ സ്പീഷീസ് എന്താണെന്ന് പഠിച്ചു, ജനസ് എന്താണെന്ന് പഠിച്ചു, ഫാമിലി എന്താണെന്ന് പഠിച്ചു. അപ്പോൾ സ്പീഷീസ്, ജിനസ്, ഫാമിലി, അത് കഴിഞ്ഞാൽ അടുത്ത ഹയർ ഓർഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹയർ കാറ്റഗറി എന്ന് പറയുന്നത് ഓർഡർ ആണ്. ഓർഡർ. സോ ദിസ് കാറ്റഗറി ഈസ് ദ അസംബ്ലേജ് ഓഫ് ഫാമിലീസ് വിച്ച് എക്സിബിറ്റ് ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ്. അപ്പോൾ സിമിലർ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന കുറെ ഫാമിലീസിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്? ഓർഡർ. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാന്റ് ഫാമിലീസ് നോക്കുകയാണെങ്കിൽ കൺവോൾവുലേസിയെ, സൊലനേസിയെ, ഈ രണ്ട് ഫാമിലിക്കും കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. സോ ഫ്ലോറൽ പാറ്റേൺ ഇവയ്ക്ക് രണ്ടിലും സെയിം ആണ്. സോ അത് ബേസ് ചെയ്ത് ഇതിനെ ഒറ്റ ഓർഡറിലെ കീഴിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഓർഡറിന്റെ പേരാണ് പോളിമോണിയൽസ്. ഓക്കെ, സോ പോളിമോണിയൽസ് എന്ന ഓർഡറിൽ വരുന്ന ഫാമിലീസ് ആണ് കൺവോൾവുലേസിയെ, സൊലനേസിയെ. ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. അതുപോലെ തന്നെ ആനിമൽസിൽ ഫെലിഡേ, കാൻസിഡേ, ഇതൊക്കെ ഈ രണ്ട് ഫാമിലീസും വരുന്നത് കാർണിവോറ എന്ന ആനിമൽ ഓർഡറിന് കീഴാണ്. അപ്പൊ കാർണിവോറയാണ് അവിടുത്തെ ഓർഡർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹയർ ലെവൽ ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസ്. സോ ഓർഡറിന്റെ മുകളിൽ വരുന്നതാണ് ക്ലാസ്. അപ്പോൾ റിലേറ്റഡ് ഓർഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് എന്ത്? ക്ലാസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പോളിമോണിയൽസ് ആയാലും പാസിഫ്ലോറൽസ്, റോസെയിൽസ്, അപ്പോൾ ഇങ്ങനത്തെ കുറെ ഓർഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണെന്ത്? ഡൈക്കോട്ടിലിഡനെ എന്ന് പറയുന്ന ക്ലാസ്. ഓക്കെ, സോ അപ്പൊ അതിനെല്ലാം സിമിലർ ആയിട്ട് ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡൈക്കോട്ട് ആണ് അത്, ആ പ്ലാന്റ്സ് എല്ലാം. സോ അതിനെ ഡൈക്കോട്ടിലിഡനെ എന്ന ഒരു ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആനിമൽസിലാണെങ്കിൽ കാർണിവോറ, പ്രൈമേറ്റ, റൊഡൻഷ്യ, ഇതെല്ലാം ഏതിന്റെ കീഴിൽ വരും? മമാലിയ. റൊഡൻഷ്യയിൽ വരുന്നതാണ് എലി. അതുപോലെ തന്നെ പ്രൈമേറ്റ്സ്, ഇപ്പൊ കാർണിവോഴ്സ്, ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഫെലിസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് എല്ലാം മമാലിയാണ്. അപ്പൊ അതോ അതിന്റെ ക്ലാസ് എന്തുവാണ്? മമാലിയ എന്ന് പറയുന്ന ക്ലാസ് ആണ്. അപ്പൊ ഇവിടെ മമാലിയ എന്ന് പറയുന്നതാണ് ക്ലാസ്. അതുപോലെ തന്നെ പ്ലാന്റ്സിൽ ഡൈക്കോട്ടിലിഡനെ. ഓക്കെ, ഇനി അടുത്ത ഹയർ ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം. അപ്പോൾ ക്ലാസ്സിന് മുകളിൽ വരുന്ന കാറ്റഗറിയാണിത്. അത് ഡിവിഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിലും ഫൈലം എന്ന് പറയുന്നത് ആനിമൽസിലുമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ സ്പെമാറ്റോഫൈറ്റ എന്ന് പറയുന്ന ഡിവിഷൻ. ഓക്കെ, അത് മോണോകോട്ടിലിഡൻസിനെയും ഡൈക്കോട്ടിലിഡൻസിന്റെയും ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പൊ മോണോകോട്ടിലിഡൻസ്, ഡൈക്കോട്ടിലിഡൻസ് എന്ന് പറയുന്ന രണ്ട് ക്ലാസ് ആണ്. അപ്പൊ അതിനെ രണ്ടിനെയും ഒറ്റ ഗ്രൂപ്പിൽ കൊണ്ടുവരുമ്പോൾ അതെന്തായിട്ട് മാറും? ഡിവിഷൻ. സ്പെമാറ്റോഫൈറ്റ എന്ന് പറയുന്നത് ഡിവിഷൻ ആയിട്ട് മാറും. അതുപോലെ തന്നെ ആനിമൽസിൽ ഫിഷസ്, ആംഫീബിയ, എയ്വ്സ്,
എവ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് വരുന്ന ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ മെമേലിയ, ഇതെല്ലാം ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. ഈ ക്ലാസ്സസ് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ആ ഒരു ഫൈലം, അതിൻ്റെ ഹയർ ക്ലാസിഫിക്കേഷൻ ആണത്. ഫൈലം ഏതാണത്? കോർഡേറ്റ. ഓക്കെ, സോ ഫൈലം കോർഡേറ്റ, പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ സ്പെമറ്റോഫൈറ്റ. ഇനി കിങ്ഡം എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് ടാക്സോണമിക് കാറ്റഗറി. ഓക്കെ, അതിൽ പ്ലാന്റ്സിനെ എല്ലാം കൂടെ ഒറ്റ കാറ്റഗറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാറ്റഗറിയുടെ പേരാണ് കിങ്ഡം പ്ലാന്റേ. ഇനി ആനിമൽസിനെ എല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കിങ്ഡം ആനിമേലിയ. ഓക്കെ, സോ ഏറ്റവും ഹയർ ക്ലാസിഫിക്കേഷൻ ഏതാണ്? ടാക്സോൺ ഏതാണ്? കിങ്ഡം ആണ്. അപ്പൊ കിങ്ഡയിലെ കിങ്ഡം പ്ലാന്റേയും കിങ്ഡം അനിമേലിയ. പിന്നെ അതിന് താഴെയാണ് ഡിവിഷൻ അല്ലെങ്കിൽ ഫൈലം വരുന്നത്. അതിന് താഴെ ക്ലാസ്, അതിന് താഴെ ഓർഡർ, അതിൻ്റെ താഴെ ഫാമിലി, അതിൻ്റെ താഴെ ജീനസ്, അതിൻ്റെ താഴെ സ്പീഷീസ്. ഓക്കെ, സോ ഈ കാറ്റഗറൈസേഷൻ മനസ്സിലായല്ലോ. ഇനി ഈ ടേബിൾ നോക്കി അറിയാം. ഇപ്പോൾ കോമൺ നെയിം മാൻ, അതിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണ്? ഹോമോസാപ്പിയൻസ്. അപ്പൊ അവിടെ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നതാണ് സ്പീഷീസ്. ഇനി അതിൽ തന്നെ ഹോമോ എന്ന് പറയുന്നതാണ് ജിനസ്, അതിന്റെ ഫാമിലി ഹൊമിനിഡേ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മെമേലിയ, ഫൈലം കോർഡേറ്റ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം പ്ലാന്റ്സിൽ നോക്കുകയാണെങ്കിൽ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നതാണ് ആ സ്പീഷീസിന്റെ പേര്. അതിന്റെ ജനസ് എന്ന് പറയുന്നത് മാഞ്ചിഫെറ, ഫാമിലി അനാകാർഡീസിയേ, ഓർഡർ സാപ്പിൻഡീൽസ്, ക്ലാസ് ഡൈക്കോട്ലിഡനെ, ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേംസ്. ഇനി ഇതിന് മുകളിലുള്ള കിങ്ഡം ഏതാണ്? കിങ്ഡം പ്ലാന്റ്, കാരണം അത് പ്ലാന്റ് ആണ്. ആനിമൽ ആണെങ്കിൽ അത് കിങ്ഡം ആനിമേലിയയുടെ കീഴിൽ വരും. സോ അതാണ് ഡിഫറെന്റ് കാറ്റഗറീസ്. സോ ഇങ്ങനത്തെ ടാക്സോണമിക്കൽ സ്റ്റഡീസിന് നമുക്ക് ഈ പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയൊക്കെ സ്പെസിമെൻസ് വേണം, സ്പെസിമെൻസിന്റെ ഒരു കളക്ഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. സോ ടാക്സോണമിക്കൽ സ്റ്റഡീസിന്റെ പ്രൈമറി റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആക്ച്വൽ സ്പെസിമെൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്, അല്ലേ? സോ ടാക്സോണമിക്കൽ സ്റ്റഡീസിന് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ കളക്ഷൻ ഓഫ് ആക്ച്വൽ സ്പെസിമെൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അല്ലേ? സോ ഇങ്ങനെ സ്പെസിമെൻസിനെ പ്രിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ, ഇവയുടെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ആണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ്, ഹെർബേറിയം, സുവോളജിക്കൽ പാർക്സ്, ബയോളജിക്കൽ മ്യൂസിയംസ്, ടാക്സോണമിക് കീസ്. അപ്പോൾ ഏതൊക്കെയാണ് മെത്തേഡ്സ്? ബൊട്ടാനിക് ഗാർഡൻസ്, ഹെർബേറിയം, സുവോളജിക്കൽ പാർക്സ്, ബയോളജിക്കൽ മ്യൂസിയംസ് ആൻഡ് ടാക്സോണമിക് കീസ്. സോ ഫസ്റ്റ് വൺ, ബൊട്ടാനിക്കൽ ഗാർഡൻ എന്താണെന്ന് നോക്കാം. So these specialized gardens have collection of living plants for reference. So ഈ ഗാർഡൻസിൽ, ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ ലിവിങ് പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതെന്തിനാണ്? റെഫറൻസിന് വേണ്ടിയിട്ടാണ്. സോ അതിന്റെ ഒരു കളക്ഷൻ ഉള്ള അത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസിനെയാണ് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻസ് എന്ന് പറയുന്നത്. So plant species in these gardens are grown for identification purposes and each plant is labeled indicating its botanical and scientific name and its family. So ഈ ഗാർഡനിലുള്ള പ്ലാന്റ് സ്പീഷീസ് എല്ലാം ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ പ്ലാന്റും ലേബൽ ചെയ്തേക്കും. അതിൻ്റെ ഫാമിലി എന്താണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അതിൻ്റെ കോമൺ നെയിം എന്താണെന്നെല്ലാം വച്ചിട്ടൊരു ബോർഡ് വെച്ചിരിക്കും. സോ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. സോ ഈ പ്ലാന്റ് സ്പീഷീസ് ഇപ്പം നമ്മൾ ഓരോ പ്ലാന്റിൻ്റെയും കീഴെ ഒരു അല്ലെങ്കിൽ ആ പ്ലാന്റിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ബോർഡിൽ അതിൻ്റെ കോമൺ നെയിം എന്താണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അത് ഏത് ഫാമിലിയിലായിട്ടുള്ളത് ആണ് വരുന്നത്, ഇതെല്ലാം അതിൽ മെൻഷൻ ചെയ്തേക്കും ആ ബോർഡിൽ. ഇങ്ങനെ ഓരോ പ്ലാന്റിലും ഉണ്ടായിരിക്കും. സോ ഈ പ്ലാന്റ്സ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. സോ ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉള്ളത് ഇതിലാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള ലിവിങ് പ്ലാന്റ്സിന്റെ റെഫറൻസിന് വേണ്ടി ഇങ്ങനെ ലിവിങ് പ്ലാന്റ്സിന്റെ ഒരു കളക്ഷനുള്ള സ്പെഷ്യലൈസ്ഡ് ഗാർഡൻസ് ആണ് ബൊട്ടാനിക്കൽ ഗാർഡൻസ്. ഫോർ എക്സാമ്പിൾ ക്യൂ ഗാർഡൻ, ഇംഗ്ലണ്ടിലുള്ള ക്യൂ ഗാർഡൻ, അതേപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഹൗറയിൽ ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, ലക്നൌവിൽ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. സോ ഇവിടെയൊക്കെ നമുക്ക് എല്ലാ സ്പീഷീസിലുള്ള പ്ലാന്റ്സിനെയും കാണാൻ പറ്റും. സോ
ഇവയ്ക്കെല്ലാം ഇതുപോലെ അവർ നെയിമിംഗ് ബോർഡ് എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കപ്പോൾ അത് ആ ബോർഡ് കാണുമ്പോൾ ഇത് ഓക്കെ ഇന്ന ഫാമിലിയാണ്, ഇത് ഇന്ന സ്പീഷീസ് ആണ്, സോ ഇതിന് ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ്. ഇനി ഹെർബേറിയം. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് which have been dried, pressed and mounted on herbarium sheets, identified and classified according to some system of classification. അപ്പോൾ നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലെല്ലാം ലിവിങ് പ്ലാന്റ്സ് ആണ് അല്ലേ? അതേസമയം ഹെർബേറിയത്തിൽ നമ്മൾ ഈ പ്ലാന്റ്സിന്റെ കളക്ഷൻ ഡ്രൈഡ് ആൻഡ് പ്രസ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ അതിൻ്റെ സ്പെസിമെൻസ് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഹെർബേറിയം ഷീറ്റ്സിൽ? അപ്പം ഹെർബേറിയം ഷീറ്റ്സ് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളവർക്ക് അറിയാം. സോ അത് നമ്മൾ ആ പ്ലാന്റ് എടുക്കുക, അതിന് ശേഷം അതിനെ നമ്മൾ ഡ്രൈ ചെയ്യും, അതിൽ മോയ്സ്ചർ എല്ലാം മാറ്റാൻ വേണ്ടി അത് ഡ്രൈ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം പ്രസ്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഏതെങ്കിലും ഒരു ഷീറ്റിൽ അല്ലെങ്കിൽ ഒരു ബുക്കിനകത്ത് വെച്ചിട്ട് നമ്മളൊരു അതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ച് കുറച്ച് ദിവസം വെച്ചേക്കും. സോ അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മൾ അതിനെ ഹെർബേറിയം ഷീറ്റിൽ മൗണ്ട് ചെയ്യും. ഓക്കെ, ഹെർബേറിയം ഷീറ്റിൽ ഒട്ടിച്ചു വെക്കും. സോ എന്നിട്ട് അതിന് താഴെ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ലേബലും വെക്കും. ഓക്കെ, അത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, അത് ഏത് ഫാമിലിയിലാണോ എന്ന്, ഏത് ഓർഡറിലാണോ എന്ന്, ഇതെല്ലാം നമ്മൾ ആ ഷീറ്റിൽ മെൻഷൻ ചെയ്തേക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആ ലേബലിൽ വേറെ കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ കാണും. എന്തൊക്കെയാണ്? ആരാണ് കളക്ട് ചെയ്തത്, എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്, ഏത് ദിവസമാണ് കളക്ട് ചെയ്തത്, അതുപോലെ തന്നെ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം, ഫാമിലി നെയിം എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഹെർബേറിയം ഷീറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹെർബേറിയം ഷീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് വിച്ച് ഹാവ് ബീൻ ഡ്രൈഡ്, പ്രസ്ഡ് ആൻഡ് മൗണ്ടഡ് ഓൺ ഹെർബേറിയം ഷീറ്റ്സ്, ഐഡന്റിഫൈഡ് ആൻഡ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു സം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പിന്നെ ഹെർബേറിയം ഷീറ്റിലെ ലേബലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ, ലോക്കൽ ആൻഡ് ബൊട്ടാണിക്കൽ നെയിം, പിന്നെ ഫാമിലി, പിന്നെ ആരാണ് കളക്ട് ചെയ്തത്, ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ആ ലേബലിൽ മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, സോ അതാണ് ഹെർബേറിയം. അടുത്തത് പറയുന്നത് സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്ക് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള സൂ ആണ്. സൂവിൽ നമുക്കറിയാം ആനിമൽസിനെ ഹ്യൂമൻ കെയറിൽ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിൽ കീപ്പ് ചെയ്തേക്കുന്ന പ്ലേസ് ആണ്. സോ പ്ലേസസ് വെയർ വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അണ്ടർ ഹ്യൂമൻ കെയർ ആൻഡ് വിച്ച് എനേബിൾ us ടു ലേൺ അബൌട്ട് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. സോ ഇങ്ങനത്തെ ഒരു പ്രൊട്ടക്റ്റഡ് എൻവയോൺമെന്റിലെ ആനിമൽസിനെ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ബിഹേവിയറിനെയൊക്കെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റും. സോ അങ്ങനത്തെ പ്ലേസസിനെയാണ് നമ്മൾ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഈ എർത്തിൽ അവയുടെ എണ്ണം വളരെ കുറവായിരിക്കും, ഏത് സമയവും അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാം. അങ്ങനെയുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കൺസേർവ് ചെയ്യാനും ഈ സുവോളജിക്കൽ പാർക്സ് ഉപയോഗിക്കാറുണ്ട്. സോ അതാണ് സുവോളജിക്കൽ പാർക്കിന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ, ബയോളജിക്കൽ മ്യൂസിയംസ്. ബയോളജിക്കൽ മ്യൂസിയംസ് ഹാവ് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. അപ്പോൾ ബയോളജിക്കൽ മ്യൂസിയംസിലാണെങ്കിൽ ദേ ഹാവ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ്. അപ്പം ഈ ആനിമൽസിന്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ സ്പെസിമെൻസ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ മ്യൂസിയംസ് എന്ന് പറയുന്നത്. സോ സ്പെസിമെൻസ് ആർ പ്രിസർവ്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ്. അപ്പം ഇങ്ങനെ, അതായത് ഈ ഓർഗാനിസംസിന്റെ ബോഡീസ്, അതിപ്പോൾ പ്ലാന്റ് ആയാലും ശരി ആനിമൽ ആയാലും ശരി, അതിൻ്റെ ബോഡി നശിച്ചു പോവാതിരിക്കാൻ അത് എന്തെങ്കിലും ഒരു പ്രിസർവേറ്റീവ് സൊല്യൂഷനിലാക്കിയിട്ട് ജാർസിൽ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്ത ഫോമിലായിരിക്കും, പ്രിസർവ് ചെയ്ത ഫോമിലായിരിക്കും സ്പെസിമെൻസ് കാണുന്നത്. അതുപോലെ തന്നെ ചില സ്പെസിമെൻസ് ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാറ്. ഇപ്പോൾ പ്ലാന്റിൻ്റെയൊക്കെ ഡ്രൈ സ്പെസിമെൻസ് നമുക്ക് കാണാം. അതുപോലെ ഇൻസെക്ട്സിനെ പ്രിസർവ് ചെയ്യുന്ന ബോക്സ് ആണ് ഇൻസെക്ട്സ് ബോക്സ്. അപ്പോൾ ഇൻസെക്ട്സ് ആർ പ്രിസർവ്ഡ് ഇൻ ഇൻസെക്ട് ബോക്സസ് ആഫ്റ്റർ കളക്ടിങ്, കില്ലിങ് ആൻഡ് പിന്നിങ്. അപ്പോൾ ഇൻസെക്ട്സിനെ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അതിനെ കില്ല് ചെയ്തിട്ട് അതിനെ പിൻ ചെയ്ത് ഈ ബോക്സസിൽ പ്ലേസ് ചെയ്യും. സോ അങ്ങനത്തെ ബോക്സസ്, അങ്ങനത്തെ ഇൻസെക്ട്സിന്റെ കളക്ഷൻ ആണ് ഇൻസെക്ട് ബോക്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓബ്ജെക്ട്സ് എക്സിബിറ്റഡ് ഇൻ മ്യൂസിയംസ് ഇൻക്ലൂഡ് സ്റ്റഫ്ഡ് ആനിമൽസ്, സ്റ്റഫ്ഡ് ഹെഡ്സ്, പ്രിസർവ്ഡ് ആനിമൽസ്, സ്കെലിറ്റൺ, ബേർഡ്സ് ബീക്ക്, എഗ്സ്. നമ്മൾ മ്യൂസിയംസിലൊക്കെ ഓസ്ട്രിച്ചിന്റെ ഒക്കെ എഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്റ്റ് ബേർഡ്സിന്റെ ഒക്കെ എഗ്സ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഷെൽസ്, ടസ്ക്, പിന്നെ ഫോസിൽസ്, ഇതൊക്കെ
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്പെസിമെൻസ് നമുക്ക് ബയോളജിക്കൽ മ്യൂസിയംസിൽ കാണാൻ പറ്റും. സോ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുമ്പോൾ അപ്പം ഡ്രൈഡ് ആയിട്ടായാലും ഡ്രൈ സ്പെസിമെൻസ് ആയാലും പ്രിസർവേറ്റീവ് സൊല്യൂഷൻസിൽ ഇട്ട് വെച്ചേക്കുന്നതായാലും ഇങ്ങനത്തെയൊക്കെ സ്പെസിമെൻസ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്പം എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി ആ സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ബയോളജിക്കൽ മ്യൂസിയംസിൽ നമുക്ക് അതിനുള്ള ഒരു വഴിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ടാക്സോണമി കീസ് ആണ്. ടാക്സോണമി കീ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കീം ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. അപ്പോൾ പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ അവയുടെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയാണ് ടാക്സോണമി കീസ്. Okay, so it's a scheme for identification of plants and animals based on similarities and dissimilarities. ഇനി most of the keys use a pair of contrasting characters. ഈ keysൽ ഒരു pair of contrasting characters ഉണ്ടായിരിക്കും. ഓക്കെ, അതിപ്പോൾ pair of contrasting characters എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ, ഇറ്റ്സ് എ പെയർ അല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം, ഫ്രം വിച്ച് എ ചോയ്സ് ക്യാൻ ബി മെയ്ഡ്. ഇപ്പോൾ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്നല്ലേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ either black or white. So such a pair is called a couplet. Okay, അപ്പോൾ ഈ കീസ് എല്ലാം എന്തുണ്ടായിരിക്കും, ഒരു pair of contrasting characters ഉണ്ടായിരിക്കും and we can made a choice between them. So such a pair is called a couplet. ഓക്കെ, അതിനാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റിനെ, ഈ കപ്ലെറ്റിലെ ഓരോ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ലീഡ് എന്ന് വിളിക്കും. സോ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ കീ ഈസ് കാൾഡ് എ ലീഡ്. Okay, so the keys are based on the contrasting characters generally in a pair called couplet and it represents the choice made between two opposite options. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം. This results in acceptance of only one and rejection of the other. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റത് നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ടി വരും. So each statement is called a lead. ഇതിനെ നമ്മൾ ലീഡ് എന്ന് പറയും. അപ്പോൾ ഓരോ ടാക്സോണമി കാറ്റഗറിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാനും സെപ്പറേറ്റ് ടാക്സോണമി കീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിൽ ഫാമിലിയുടെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കീ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ ജിനസിലാണെങ്കിൽ ജിനസിനെ കാറ്റഗറൈസ് ചെയ്യുന്ന തരത്തിലുള്ള കീസ് യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ടാക്സോണമി കാറ്റഗറിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സോണമി കീസ് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് കീസ് ആർ ജനറലി അനലിറ്റിക്കൽ ഇൻ നേച്ചർ. സോ നമ്മൾ ഇത് നോക്കിയാൽ അറിയാം, ഇതൊരു പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കീക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ ഫ്ലവേഴ്സ് ഇൻ ഷെയ്ഡ്സ് ഓഫ് റെഡ് ആൻഡ് ഫ്ലവേഴ്സ് ഇൻ ഷെയ്ഡ്സ് ഓഫ് റോസ് പിങ്ക്. അപ്പോൾ ഇതൊരു കപ്ലെറ്റ് ആണ്. ഒന്നിൽ റെഡ് ഷെയ്ഡുള്ള ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ റോസ് പിങ്ക് കളറുള്ള ഷെയ്ഡ് ആയിരിക്കും. ഇതിനാണ് കപ്ലെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനെയും നമ്മൾ ലീഡ് എന്നും പറയും. അപ്പം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡ് ആണോ, അത് നമ്മളെ കയ്യിലിരിക്കുന്ന ഫ്ലവർ റെഡ് ആണോ റോസ് പിങ്ക് ആണോ, ഇത് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ റെഡ് ആണ് നമ്മളെ കയ്യിലിരിക്കുന്ന ഫ്ലവർ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് അടുത്ത് നമ്മൾ വി ഹാവ് ടു ഗോ ടു 2. ഇപ്പോൾ 2ൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. വീണ്ടും ഒരു കപ്ലെറ്റ് ആണത്. 2Aയും 2Bയും അല്ലേ. 2Aയിൽ എന്താണ് പറയുന്നത്, ബ്ലഡ് റെഡ് ആണ്, ലീവ്സ് ഒബ്ലോങ് ആൻഡ് ഒവേറ്റ് ആണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മൾ നോക്കുക. തിക്ക് മാറ്റി ടെക്സ്ചർ ആണ്. ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഉള്ള ഫ്ലവർ ആണ് നമ്മളെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ അത് ഏത് സ്പീഷീസ് ആയിരിക്കും, ഈ സ്പീഷീസ് ആയിരിക്കും അല്ലേ. ഇനി അടുത്ത് ഫ്ലവേഴ്സ് ക്രിംസൺ റെഡ്, ബ്ലഡ് റെഡ് അല്ല, ക്രിംസൺ റെഡ് ആണ്, ലീവ്സ് ബ്രോഡ് ആണ്, ഓവൽ ടു എലിപ്റ്റിക് ഒബ്ലോങ് ഷൈനി ഗ്രീൻ ആണ് ലീവ്സ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അല്ല, ഫ്ലവർ എങ്കിൽ നമ്മൾ ഈ സ്പീഷീസ് ആണ് ആ ഫ്ലവർ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ കപ്ലെറ്റിൽ നിന്ന് നമുക്ക് ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ ബേസ് ചെയ്ത് വീണ്ടും ഒരു കപ്ലെറ്റ്. അപ്പൊ അതിൽ ഏതാണോ അത് ബേസ് ചെയ്തിട്ടാണ് ആ സ്പീഷീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി നമ്മളെ കയ്യിലിരിക്കുന്ന ഫ്ലവറിന്റെ ഷെയ്ഡ് റെഡ് അല്ല, റോസ് പിങ്ക് ആണെന്ന് വിചാരിക്കുക. സോ വി ഹാവ് ടു ഗോ ടു 3. 3ൽ വീണ്ടും രണ്ട് കപ്ലെറ്റ് ഉണ്ട് അല്ലേ. ആ കപ്ലെറ്റ് കാലിക്സിന്റെ ക്യാരക്ടേഴ്സ് ആണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ കാലിക്സ് 3A പോലെയാണെങ്കിൽ അതാണ് അതിന്റെ സ്പീഷീസ്. ഇനി 3B ആണെങ്കിൽ വീണ്ടും അതിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്തു. അപ്പൊ നമ്മൾ വീണ്ടും 4ൽ പോകണം. ഓക്കെ, 4ൽ ആദ്യത്തെ പോലെയാണെങ്കിൽ കൊറോള ബേസ് ചെയ്തിട്ട്, അപ്പൊ കൊറോള ഇങ്ങനെയാണെങ്കിൽ അത് ഒറിജിനോസം ആണ്. ഇനി 4B ആണെങ്കിൽ അത് അടുത്ത സ്പീഷീസ് ആണ്. സോ അങ്ങനെ കീസ് യൂസ് ചെയ്ത്, കീസിൽ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട്
നമ്മൾ പ്ലാന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടാക്സോണമിക് കീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടാക്സോണമിക് കീസിൽ എപ്പോഴും ഒരു കപ്ലറ്റ് ഉണ്ടായിരിക്കും. കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ നമുക്ക് ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് നമ്മൾ റിജക്ട് ചെയ്യുകയും വേണം. അല്ല ഓരോ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ലീഡ് എന്ന് പറയും. ഇനി മറ്റ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ്, ഇതൊക്കെയാണ്. അപ്പോൾ എന്താണ് ഫ്ലോറ? ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ അക്കൗണ്ട് ഓഫ് ഹാബിറ്റേറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്ലാന്റ്സ് ഓഫ് എ ഗിവൺ ഏരിയ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അവയുടെ ഹാബിറ്റേറ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ആക്ച്വൽ അക്കൗണ്ട് ആണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഇനി മാനുവൽസ് ആർ യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് നെയിംസ് ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഇൻ ആൻ ഏരിയ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സ്പീഷീസിൻ്റെ നെയിംസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് മാനുവൽസ് ആണ്, മാനുവൽസ്. ഇനി മോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ. അപ്പോൾ ഏതെങ്കിലും ഒരു ടാക്സോണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം മെൻഷൻ ചെയ്തേക്കുന്നത് മോണോഗ്രാഫിലായിരിക്കും. ഓക്കെ, ഇനി കാറ്റലോഗ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ അഡീഷൻസ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ തന്നെ ഈ ടാക്സോണമിയിൽ തന്നെ ഒത്തിരി അപ്ഡേറ്റ്സ് വരും, ന്യൂ അപ്ഡേറ്റ്സ് വരും. അതിനനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ന്യൂ അപ്ഡേറ്റ്സിനെ അല്ലെങ്കിൽ ന്യൂ അഡീഷൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത് കാറ്റലോഗ്സ് ആണ്. ഓക്കെ, അപ്പോൾ മറ്റ് ടാക്സോണമിക് എയ്ഡ്സ് ഏതൊക്കെയാണ്? ഫ്ലോറ, മാനുവൽസ്, മോണോഗ്രാഫ്സ്, കാറ്റലോഗ്സ്. നമ്മൾ ടാക്സോണമിക് എയ്ഡ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെ ടാക്സോണമിക് എയ്ഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു? ബൊട്ടാണിക്കൽ ഗാർഡൻ പഠിച്ചു, ഹെർബേറിയം എന്താണെന്ന് പഠിച്ചു, സുവോളജിക്കൽ പാർക്ക് പഠിച്ചു, ബൊട്ടാണിക്കൽ മ്യൂസിയം പഠിച്ചു, ടാക്സോണമിക് കീസ് and other taxonomic aids like flora, manuals, monographs and catalogs. അങ്ങനെ നമ്മൾ ചാപ്റ്റർ 1 ദ ലിവിംഗ് വേൾഡ് കംപ്ലീറ്റ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ എപ്പോഴൊക്കെ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. So that's all guys. Thank you so much for listening.